പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ജാമ്യം നൽകുന്നതിൽ സിബിഐയുടെ നിലപാട് തേടി. കേസിൽ സിബിഐ റിപ്പോർട്ട് നൽകിയത് ശരിയായ രീതിയിലല്ലെന്ന് പ്രതികൾ വാദിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതിയിൽ നടന്ന കാര്യങ്ങൾ? 60 ദിവസത്തോളമായി ജയിലിൽ തുടരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യം നൽകണം, അടിയന്തരമായി കേസ് പരിഗണിക്കണം എന്നും കോടതിയിൽ പ്രതികൾ ആവശ്യപ്പെട്ടു. പക്ഷേ CBI അതിനെ അതിശക്തമായി എതിർത്തു. CBI പറഞ്ഞ കാര്യം, കേസിൽ അന്തിമ റിപ്പോർട്ട് തങ്ങൾ സമർപ്പിച്ചു എന്ന് CBI പറയുകയുണ്ടായി. അതേസമയം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് ശരിയായ രീതിയിലല്ല എന്ന് പ്രതികളുടെ അഭിഭാഷകൻ തിരിച്ചും പറഞ്ഞു. അടിയന്തരമായി തന്നെ ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ടും വെച്ചു. പക്ഷേ ഈ ഹർജിക്ക് അടിയന്തര പ്രാധാന്യമില്ല എന്നായിരുന്നു കോടതി വിലയിരുത്തിയത്. തുടർന്ന് CBIയോട് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. CBIക്ക് അതിന്റെ സമയം നൽകിയിട്ടുണ്ട്. ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. അതായത് ജയിലിൽ തൽക്കാലം പ്രതികൾ തുടരും. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.